ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ദേ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചാരുവിൻ്റെ കണ്ണ് എഴുതുന്ന വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നതാണ്, മൂക്ക് ഏത് കാജലാണ് യൂസ് ചെയ്യുന്നത്, ചേച്ചി എഴുതുന്ന ബ്രഷ് ഏതാണ്. അപ്പോൾ എല്ലാവർക്കും മെസ്സേജിന് റിപ്ലൈ കൊടുക്കുക പോസിബിളായിട്ടുള്ള കാര്യമില്ല. കുറേ പേര് എൻ്റെ അടുത്ത് ലിങ്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ നമുക്കൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒത്തിരി കാജൽ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ കറൻ്റ്ലി ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് കാസ്റ്റൽ പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഒരു കാജലാണ് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ എല്ലാവരും ചോദിക്കുന്ന ബ്രഷ്. ഈ ബ്രഷ് എന്ന് പറയുന്നത് മെബിലൈൻ്റെ ബ്രഷാണേ. അതിൻ്റെ ലിങ്ക് എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുക്കാം. അപ്പോൾ ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബ്രഷിൽ കുറച്ച് കാജൽ എടുക്കും കേട്ടോ. അല്ലാതെ ഞാൻ കൈ തേച്ചിട്ട് കയ്യിൽ നിന്ന് പിന്നെ യൂസ് ചെയ്യുക അങ്ങനെയല്ല ചെയ്യുക, ഡയറക്റ്റ് കാജലിൽ നിന്ന് തന്നെയാണ് ഞാൻ ബ്രഷിലെടുക്കുന്നത്. കുറച്ചധികം ക്വാണ്ടിറ്റി ഞാൻ എടുക്കും, അതാകുമ്പോൾ നമുക്ക് ഒറ്റ ഇതിൽ തന്നെ നമുക്ക് ഒരു ഐബ്രോ ഒക്കെ വരയ്ക്കാം. ചാരു ഇത് നല്ല ഉറക്കമാണ്, അപ്പോൾ നമുക്ക് വരയ്ക്കാൻ തുടങ്ങാം. ഫസ്റ്റ് ഞാൻ ഇത് റൈറ്റ് ഐബ്രോ ആണ് കേട്ടോ എഴുതാൻ പോകുന്നത്. അപ്പം ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐബ്രോസിൻ്റെ താഴെ നിന്നാണ് ഫസ്റ്റ് ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുക. പിന്നെ അത് അടുത്തത് മേളിൽ നിന്ന് അതൊരു ആദ്യം നമ്മൾ ബോർഡർ വരയ്ക്കുക. താഴെയും മേളിലും ബോർഡർ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ഡാർക്കൺ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ എപ്പോഴും കട്ടിക്ക് വരയ്ക്കരുത്, കാരണം നമ്മൾ ആദ്യം വരയ്ക്കുമ്പോൾ തന്നെ അത് ഭയങ്കര കട്ടിക്കായി പോവും. അപ്പോൾ അത് കാരണം പിന്നെ ദിഗംബരൻ പോലെയൊക്കെ ആയി പോവും കുഞ്ഞുങ്ങളുടെ ഫേസ്. അത് കാരണം ആദ്യം തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ നടുക്ക് ഫില്ല് ചെയ്തിട്ടില്ലായിരുന്നല്ലോ, അപ്പോൾ അതും കൂടെ ഒന്ന് ഡാർക്കൻ ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഷേപ്പിൽ വരച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ റൈറ്റ് ഐബ്രോ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ സെക്കൻഡ് ഐബ്രോയും ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഐബ്രോ ആണ്. ഇത് എൻ്റെ എപ്പോഴും ശരിയാവാറൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവാറില്ല. പക്ഷേ ഇന്നെന്തോ ശരിയായിട്ടുണ്ട്. ആദ്യം റൈറ്റിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ താഴെ ഒരു ബോർഡർ വരച്ചു. ബോർഡർ വരയ്ക്കുമ്പം താഴത്തെയാണ് ബോർഡർ ശരിക്കും വരയ്ക്കേണ്ടത്, മേളിൽ പിന്നെ കറക്റ്റായിട്ട് വന്നോളും. പിന്നെ അത് കഴിയുമ്പം മേളിലും വരച്ചു. ആ ഒരു കറക്റ്റ് ഇങ്ങനെ ആ ഒരു കർവ് വരണമല്ലോ, അത് നല്ലപോലെ ഒന്ന് വരുത്താൻ ശ്രമിക്കുക. പതിയെ പതിയെ നമ്മളത് ഡെയിലി വരച്ച് പിന്നെ നമുക്കത് കയ്യിലങ്ങ് വരും. പിന്നെ അതേ ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ അത് കൊടുക്കുക. പിന്നെ നല്ലപോലെ ബോർഡറും ആ മിഡിൽ പോർഷനൊക്കെ നല്ലപോലെ ഡാർക്കൺ ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ലെഫ്റ്റ് പിരികത്തിൽ തന്നെ ഇങ്ങനെ വരച്ച് ചിലപ്പം റൈറ്റ് വേറെ ഷേപ്പും ലെഫ്റ്റ് വേറെ ഷേപ്പും ഒക്കെ ആവാറുണ്ട്. പക്ഷേ ഇന്നെന്തോ ഏകദേശം ഒരുപോലെ വന്നിട്ടുണ്ട്. കാരണം ഞാൻ തന്നെയാണ് വീഡിയോ എടുത്ത് ഞാൻ തന്നെയാണ് വരയ്ക്കുന്നത്. അപ്പം വീഡിയോ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ, ഇനിയിപ്പം വരയ്ക്കുന്നത് കറക്റ്റാണോ, അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ വരുന്ന കാരണം അതാണ് കേട്ടോ ഞാൻ അതിൽ തന്നെ ഇങ്ങനെ വരച്ച് നിൽക്കുന്നത്. അപ്പം നമ്മുടെ പിരികത്തിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണേ. ഇനി അടുത്ത് നമ്മൾ കണ്ണ് എഴുതാൻ പോകുക. ആദ്യം ഞാൻ ജസ്റ്റ് ഒരു വാല് സൈഡിലോട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കും. പിന്നെ ഞാൻ ബാക്കി പോർഷൻ അത് വരച്ച് അതിലോട്ട് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ പിരികം ചെയ്യുന്ന പോലെ തന്നെ ഒരു തിൻ ലൈൻ വരച്ച് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ആദ്യം തന്നെ കട്ടിക്ക് എഴുതി പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഡാർക്കൻ ആക്കും തോറും അത് വലിയൊരു കണ്ണ് ഭയങ്കര വലുതുപോലെ തോന്നിക്കും. അപ്പം റൈറ്റ് സൈഡ് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡ് നോക്കാം. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലും അതുപോലെ തന്നെ ആദ്യം മേളിലോട്ട് ഒരു വര ഇട്ട് കൊടുക്കുക. ചിലവരുണ്ട് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് ഫിഷ് ഐ ഒക്കെ വരയ്ക്കുന്നത്. പക്ഷേ എനിക്കിപ്പോൾ അവൾക്ക് ഫിഷ് ഐ വരയ്ക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ വാലിട്ട് കണ്ണ് എഴുതുന്നത്. ബോർഡർ വരച്ചിട്ട് പിന്നെ ഞാൻ അതിലോട്ട് കണക്ട് ചെയ്യാണ് കേട്ടോ ചെയ്തത്. ഈ ഒരു ബ്രഷ് ആയത് തന്നെ നമ്മൾ ടിപ്പ് നല്ല സുഖമാണ്. അപ്പം നമുക്ക് എങ്ങനെ വേണേലും ഏത് ടൈപ്പിൽ വേണേലും പിരികാണേലും കണ്ണ് വേണേലും കുഞ്ഞുങ്ങൾക്ക് എഴുതാൻ പറ്റും. പിന്നെ മഞ്ഞ ഒരു പൊട്ടും കൂടെ താഴെ കുത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്